ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തേശുവിലുള്ള ഒരു പ്രഭാത വന്ദനത്തെ നേരുന്നു. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനുള്ളത് ആവേശകരമായ അനുഭവങ്ങൾ ബൈബിൾ പഠിതാക്കളെ കാത്തിരിക്കുന്നു. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് യേശു അവരുടെ ബുദ്ധിയെ തുറന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം. ഇവിടെ പറയുന്നത് ആവേശകരമായ അനുഭവങ്ങളെക്കുറിച്ചാണ്. അത് തിരുവചനങ്ങൾ വായിച്ച് തിരുവചനങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മോട് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു: അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല, ജീവൻ്റെ വെളിച്ചമുണ്ട്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്ന, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ കുറിച്ച് വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ്റേതാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വാക്യമാണ്, കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിച്ചം നമ്മോടൊപ്പമുണ്ട്. ആ വെളിച്ചത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തളർന്നു പോവുകയില്ല. കാരണം ആ വെളിച്ചത്തിൽ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ധൈര്യം കർത്താവ് നൽകിയിരിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് യേശു അവരുടെ ബുദ്ധിയെ തുറന്നു. ഇന്ന് നമ്മൾ തിരുവെഴുത്തുകളെക്കുറിച്ച് തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ അനന്തരഫലമായി നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ ബുദ്ധിയോടെ തിരിച്ചറിയുക. കാരണം നാം ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബുദ്ധിയോടെ തിരുവചനങ്ങളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ കള്ളപ്രവാചകന്മാരുടെ മുൻപിൽ മുട്ടുമടക്കി പോകേണ്ടുന്ന ഒരു സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ വീണ്ടും വരവിനോടടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടുന്നത് എന്തുകൊണ്ട് നാം തിരുവചനങ്ങൾ പഠിക്കണം. ഇവിടെ ലോകത്തിൽ നടക്കുന്നതായ സംഭവങ്ങളെക്കുറിച്ചും ലോകത്തിൽ ഇനി നടക്കാൻ പോകുന്നതായ സംഭവങ്ങളെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു ദാനിയേൽ പ്രവചനത്തിലൂടെയും വെളിപ്പാട് പ്രവചനത്തിലൂടെയും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലൂടെയും നമ്മോട് വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: നാം എന്ത് ചെയ്യുക? ബുദ്ധിയോടെ തിരുവചനങ്ങളെ തിരിച്ചറിയുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തോടെടുക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയുണ്ടായി, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികളുണ്ട്. പക്ഷേ നമ്മൾ ആത്മീകമായി, മാനസികമായി, ശാരീരികമായി ഒരുക്കങ്ങൾ നടത്തിയില്ല എങ്കിൽ നമ്മൾ പ്രശ്നങ്ങളിൽ തകർന്നു പോവുകയും സാത്താൻ്റെ കരങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. അതിനാൽ തിരുവചനം വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. മത്തായിയുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു: തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഴമേറിയ മാർഗനിർദ്ദേശം നമ്മൾക്ക് ലഭിക്കും. ഈ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനിടയാകുന്നത് വളരെ വലിയ ചിന്താശക്തിയുള്ള മനുഷ്യനേക്കാൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് ചിന്തകൾ പകർന്നു തരുന്ന വലിയ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ തിരുവചനം നമ്മോട് പറയുന്നത്. ഇവിടെ നമ്മോട് പറയുന്നു, തിരുവചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഴമേറിയ മാർഗനിർദ്ദേശം നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ മാർഗങ്ങൾ ഇല്ലാതെ നമ്മൾ അലഞ്ഞുവെങ്കിൽ ഇന്ന് തിരുവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് നമ്മളുടെ പദ്ധതികളെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. ഇവിടെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. നമ്മുടെ ആത്മാവ് ഒരുക്കമില്ല എങ്കിൽ നമ്മുടെ ജഡം ബലഹീനമായിരിക്കും. ഈ ലോകത്തിൽ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും. അതിനെയൊക്കെ നേരിടണമെങ്കിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നമ്മൾ പ്രാപിക്കുകയാണെങ്കിൽ ജഡീകമാകുന്ന ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരുന്നാലും ദൈവം നമ്മൾക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടാകും. ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അതിനാൽ നമുക്ക് മനസ്സിലാക്കാനിടയാകുന്നത് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കുക കൂടിയാണ് വേണ്ടുന്നത്. ഇവിടെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിക്കുക. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു: അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു.
ഇവിടെ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾക്ക് ജ്ഞാനത്തിന് ജ്ഞാനവും വിവേകത്തിന് വിവേകവും വേണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു നമ്മൾക്കത് നേടിത്തരും. നമുക്ക് വിവേകത്തിന് വേണ്ടി പരിജ്ഞാനത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ഇന്നീ സമയം ദൈവമേ, അടിയങ്ങൾ അങ്ങയുടെ മുൻപാകെ ബുദ്ധിക്ക് വേണ്ടിയും വിവേകത്തിന് വേണ്ടി അടിയങ്ങൾ യാചിക്കുന്നു. വിവേകം നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്കായി യാചിക്കുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും അവിടുത്തെ വിവേകങ്ങളെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. പൊന്നു ദൈവമേ, ആമേൻ.